സമ്പത്തുണ്ടായിക്കൊള്ളട്ടെ, കുഴപ്പമില്ല, സമ്പത്തുണ്ടായിക്കൊള്ളട്ടെ. പക്ഷെ സമ്പത്തിനെ മാത്രം മാനദണ്ഡമാക്കാൻ പാടില്ല. നീ ചോദിക്കുന്ന എസ്റ്റേറ്റുകളും പണവും പണ്ടവും നിന്റെ ഒരു ജലദോഷത്തിന് പോലും വരില്ലല്ലോ. ഒന്ന് തുമ്മി തീർക്കാൻ, ഒന്ന് ചുമച്ചു തീർക്കാൻ പോലും തികയാത്ത പണം, അതിനുപോലും തികയാത്ത പണം. നാണമില്ലേ യുവാക്കളെ? നാൽക്കാലി ചന്തയിൽ മാത്സര്യ ബുദ്ധിയോടെ കാലികൾക്ക് വില പറയുന്നത് പോലെ തന്റെ ആണത്വത്തിന് വില പറയാൻ, നമ്മുടെ ജില്ലകളിലൊക്കെ, കോഴിക്കോട് ജില്ലയിൽ വളരെ കുറവാ അല്ലേ സ്ത്രീധനമൊക്കെ. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലേക്ക് വല്ലാതെ സ്ത്രീധനം, പെണ്ണെങ്ങനെയുള്ളതെന്ന് ആരും നോക്കാറില്ല. എത്രയുണ്ട് പണം, എസ്റ്റേറ്റ്, ബാങ്ക് ബാലൻസ്, ഇതൊക്കെയാ നോക്കുക. ഓരോരുത്തർ സ്ത്രീധനം ചോദിക്കുന്ന സെക്രട്ടേറിയറ്റ്, റെയിൽവേ സ്റ്റേഷനൊക്കെയാണ് ചോദിക്കുക. എത്ര കിട്ടിയാലും മതിയാകുന്നില്ല, എത്ര കിട്ടിയാലും പണം പണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടുകൂടി അത് ചോദിക്കുന്ന സ്റ്റൈലുകളാണ്, വല്ലാത്ത സ്റ്റൈലുകൾ. സാധാരണ എനിക്കൊരു പെണ്ണ് കിട്ടണം, പെണ്ണ് കിട്ടണം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ചോദിക്കണം, എന്തോ നിന്റെ ഡിമാൻഡ്, എന്താ നിന്റെ ഡിമാൻഡ്? അത് വേറെ ഡിമാൻഡൊന്നുമില്ല സാധ, കുറഞ്ഞത് പെണ്ണിന് സുബഹീശയെങ്കിലും ഉണ്ടാകും. അപ്പോൾ അൽഹംദുലില്ലാ ഈ കാലഘട്ടത്തിൽ ഒരു യുവാവ് നമസ്കാരത്തിന് ഡിമാൻഡ് വയ്ക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണല്ലോ. എങ്കിലും സുബഹി ഇശായി മാത്രം മതി. എന്ത് ചേകന്നൂരിൻ്റെ ആളാണ്, ചേകന്നൂരൊക്കെ നേരത്തെ പോയി കഴിഞ്ഞില്ല, 2 വക്കത്ത് മാത്രം മതി. പക്ഷെ അത് ഞാൻ നമസ്കാരത്തിൻ്റെ വിഷയമൊന്നുമല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സുബഹി 2 റക്അത്ത്, ഇശാ 4 റക്അത്ത്, കുറഞ്ഞത് ഒരു 6 ലക്ഷം രൂപയെങ്കിലും കിട്ടണം. അതല്ലെങ്കിൽ പിന്നെ എന്ത് പെണ്ണാണ്, എന്ത് വിവാഹമാണ്? ഒന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ. പെണ്ണിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ മാത്രം പെണ്ണ് കിട്ടാൻ കറങ്ങി നടക്കുമ്പോഴാ 2-3 ദിവസം കഴിയുമ്പോൾ വാപ്പ അല്ലെങ്കിൽ ഉപ്പ ഞാൻ ഉദ്ദേശിച്ചതുപോലെയൊന്നും അല്ല, അവൾ ശരിയല്ല, നമുക്ക് കുടുംബത്തിന് യോജിക്കുന്നതല്ല, കുറച്ച് പണമുണ്ടെന്നും മാത്രം. പണമുള്ളവളെ കെട്ടണ്ട എന്നല്ല പറഞ്ഞത്. അള്ളാഹു സമ്പത്തിനെ കുറിച്ച് പറഞ്ഞ ദാലിക ഫദ്ലുല്ലാഹി യുഅ്തിഹി മൻ യശാ എന്നാണ്, അള്ളാഹുവിൻ്റെ ഔദാര്യമെന്നാ പറഞ്ഞത്. പക്ഷെ പണത്തിന് മാത്രം മാനദണ്ഡമാക്കാൻ പാടില്ലെന്ന. രണ്ടാമത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, വലിജമാലിഹാ സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം ഒരു പെണ്ണിനെ വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല. സൗന്ദര്യത്തെ മാത്രം മാനദണ്ഡമാക്കാൻ പാടില്ല. അവളുടെ സൗന്ദര്യത്തിൽ മതിമയങ്ങിക്കൊണ്ട് മാത്രം വിവാഹം ചെയ്യപ്പെടാൻ പാടില്ല. ഓരോ നിനക്ക് ഇഷ്ടപ്പെടുന്ന സൗന്ദര്യം വേണം, പക്ഷെ സൗന്ദര്യം മാത്രം മാനദണ്ഡമാക്കരുത്. പാല് തിളപ്പിക്കുമ്പോ ആ പാലിന്റെ 2 ചുള്ളി തെറിച്ച് തന്റെ മുഖത്തേക്ക് വീണ വികൃതമായി പോകുന്ന തന്റെ സൗന്ദര്യം പ്രായമുണർത്തി, പല്ലെല്ലാം കൊഴിഞ്ഞുപോയി, മുഖമെല്ലാം ചുക്കിച്ചുളിഞ്ഞുപോയി, നിന്റെ സൗന്ദര്യം ശേഷിക്കുന്നതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആരെങ്കിലും സൗന്ദര്യത്തിന്റെ പേരിൽ മാത്രം വിവാഹം ചെയ്താൽ അവളുടെ സൗന്ദര്യം എക്കാലവും നിലനിൽക്കുന്നതല്ല. മൂന്നാമതായിട്ട് പ്രവാചകൻ പറഞ്ഞു, അവരുടെ തറവാടിത്വം, അവരുടെ കുടുംബമഹിമ, അവരുടെ കുലമഹിമ, ഇത് നോക്കിയിട്ട് മാത്രം നീ വിവാഹം കഴിക്കരുത്. ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങനെ വിവാഹം ചെയ്താൽ, ഏതെങ്കിലും ഒരു പെണ്ണിനെ തന്റെ കുടുംബ പാരമ്പര്യം, തന്റെ പാരമ്പര്യം നോക്കി മാത്രം വിവാഹം ചെയ്ത അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ലം യസിദുഹുല്ലാഹു ഇല്ലാ ദില്ലാ, അവന്റെ ജീവിതത്തിൽ അല്ലാഹു നില്ലത്തല്ലാതെ, നിന്ദ്യതയല്ലാതെ, നിസാരതയല്ലാതെ വർദ്ധിപ്പിക്കുകയില്ലെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. ഇയ്യാകും വൽ ഹദറാഉദ്ദിമൻ, ഇയ്യാകും വൽ ഹദറാഉദ്ദിമൻ, വമാ ഹദറാഉദ്ദിമൻ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ കുപ്പയിൽ വളരുന്ന മനോഹരമായ ചെടിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. കുപ്പയിൽ വളരുന്ന മനോഹരമായ ചെടിയെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. നമുക്ക് മനസ്സിലായില്ല, ആ സഹാബത്തിനും മനസ്സിലായില്ല. വമാ ഹദറാഉദ്ദിമനു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ കുപ്പയിൽ വളരുന്ന മനോഹരമായ ചെടി? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മർഅത്തുൽ ഹസ്നാ,
ഫിൽ മൻബതി സൗ, മോശമായ ഉത്ഭവസ്ഥലത്ത് മുളച്ചു വരുന്ന, മോശമായ തറവാടിത്വത്തിൽ മുളച്ചു വരുന്ന മനോഹരമായ സുന്ദരിയായ പെണ്ണാണ്, മനോഹരമായ ചെടിയാണ്, മനോഹരമായ മനോഹരിയായ സുന്ദരിയായ സൗന്ദര്യം തിളമ്പുന്ന പെണ്ണാ. അവരുടെ സൗന്ദര്യത്തിലും അവരുടെ തറവാടിത്വത്തിലും മതിമയെന്നുകൊണ്ട് നീ അവളെ ആഗ്രഹിക്കണ്ട. അള്ളാഹുവിന്റെ പ്രവാചകൻ നാലാമതായിട്ട് പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ദീനീ നിഷ്ഠയുള്ള പെണ്ണിനെ തിരഞ്ഞെടുത്തിട്ട് നിന്റെ കുടുംബ ജീവിതത്തിലേക്ക് നീ വിജയം പ്രാപിക്കുക. ദീനുള്ള പെണ്ണാണോ? പണമുണ്ടാകട്ടെ പ്രശ്നമല്ല, പണമില്ലാതിരിക്കട്ടെ പ്രശ്നമല്ല. ദീനുള്ള പെണ്ണാണോ? സൗന്ദര്യമുണ്ടാകട്ടെ, സൗന്ദര്യമില്ലാതിരിക്കട്ടെ. ദീനുള്ള പെണ്ണാണോ? തറവാടിത്തമുള്ളവളാകട്ടെ ഇല്ലാത്തവളാകട്ടെ. ദീനിനെ മാനദണ്ഡമാക്കിയോ, ദീനിനെ മാനദണ്ഡമാക്കി നിന്റെ വിവാഹ ജീവിതത്തിലേക്ക് നിന്റെ ഇണക്കിളിയെ തിരഞ്ഞെടുത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫദ്ഫർ ബിദാത്തിദ്ദീൻ. നിന്റെ ജീവിതത്തിൽ വിജയമാണ്, വിജയമാണ്, വിജയമാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ദീനുണ്ടോ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ദീനുണ്ടോ എന്തൊക്കെയുണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല. ദീനില്ല ഇനി എന്തൊക്കെയുണ്ടെങ്കിലും പ്രശ്നം തന്നെയാ. വൈവാഹിക ജീവിതത്തിൽ ദീനില്ലയോ ഇനി എന്തൊക്കെ ഉണ്ടായിട്ടും അത് പ്രശ്നം തന്നെയാ. ചരിത്രവും കാലഘട്ടവും നമ്മുടെ മുമ്പിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ സാക്ഷി, എത്രയോ ഉദാഹരണങ്ങൾ സാക്ഷി. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെയും അതുപോലെ നമ്മുടെ മക്കളുടെയും വൈവാഹിക ജീവിതത്തിൽ ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ ദീനീ നിഷ്ഠയുള്ളവരെ തിരഞ്ഞെടുക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകും. അതുപോലെ തന്നെ സാധാരണ നമ്മൾ പറയാറുണ്ട് ചേർച്ച അഥവാ കുഫു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബങ്ങൾ തമ്മിൽ ചേരുക അഥവാ ദമ്പതികൾ തമ്മിൽ ചേരുക, അതൊരു ചേർച്ച വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വല്ലാത്തൊരു സംഗതിയാണ്, വല്ലാത്തൊരു കാര്യമാണ് ചേർച്ച എന്ന് പറയപ്പെടുന്നത്. ഉദാഹരണത്തിന് ഒരു പാവപ്പെട്ടവൻ സാധാരണ ഓട്ടോറിക്ഷ ഓടിച്ച് ജംഗ്ഷനുകളിലും അതുപോലെ തന്നെ റോഡുകളിലും കവലകളിലും ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം നടത്തുന്ന സാധുവായ സഹോദരൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥയെ വിവാഹം ചെയ്തു. സങ്കല്പിക്കുക, ഒരു വലിയ ബാങ്ക് ഉദ്യോഗസ്ഥരെ വിവാഹം ചെയ്തു. ബാങ്ക് ഉദ്യോഗസ്ഥ രാവിലെ വേഗമായിട്ട് ബാഗും കശത്ത് വെച്ചുകൊണ്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ തൻ്റെ സ്റ്റാഫുകൾ, തൻ്റെ കീഴിലുള്ള സ്റ്റാഫുകളെല്ലാം എഴുന്നേൽക്ക് നിൽക്കുന്നു, ഗുഡ് മോർണിംഗ് പറയുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. ആജ്ഞാപിക്കുമ്പോൾ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ചായയാകട്ടെ എന്താകട്ടെ തൻ്റെ മേശപ്പുറത്തെത്തുന്നു. ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് തളർന്നു വരുന്ന ആ സഹോദരൻ പറയും, അല്ലയോ ഫാത്തിമ അല്ലെങ്കിൽ സൈനബ, ആ കുഴമ്പൊന്നു കൊണ്ടുപോവാ, എൻ്റെ മുട്ടുകാല് വല്ലാതെ വേദനിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ 6 മണിക്കൂറുള്ള ജീവിതം ഉൾക്കൊള്ളുകയില്ല തൻ്റെ ഭർത്താവിൻ്റെ കാല് തിരുമ്മി കൊടുക്കാൻ ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ദീനുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. ഇണകളായി ഭാര്യ ഭരിക്കപ്പെടുവാനും ഭർത്താവ് ഭരിക്കുവാനും ഉള്ളതല്ലാതെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ലോകത്ത് പരസ്പരം ദമ്പതികളെ കൂട്ടിയോജിക്കുവാൻ ഇത്രത്തോളം മഹത്വമുള്ളൊരു വചനം പറയുവാൻ ലോകത്ത് ഒരു ദർശനത്തിനോ ഒരു മതത്തിനോ കഴിഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും, അല്ലയോ യുവാക്കളെ, നിങ്ങളുടെ ഇണകൾ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. വഅൻതും ലിബാസുൽ ലഹുന്ന, അല്ലയോ യുവതികളെ, അല്ലയോ ഇണകളെ, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വസ്ത്രമെന്ന്. ഭാര്യ ഭർത്താവിന്റെ വസ്ത്രമാണ്, ഭർത്താവ് ഭാര്യയുടെ വസ്ത്രമാണെന്ന് ഖുർആൻ പറയുമ്പോൾ എന്താണ് വസ്ത്രത്തിന്റെ പ്രത്യേകത? ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ശരീരത്തിന്റെ എല്ലാ മേഖലകളിലെ രഹസ്യ പരസ്യങ്ങൾ അറിയാൻ അത് വസ്ത്രത്തിനല്ലയോ കഴിയുക? മനുഷ്യന്റെ ശരീരത്തിന്റെ ന്യൂനതയറിയാൻ, മനുഷ്യന്റെ ശരീരത്തിന്റെ ന്യൂനതയറിയാ ആ വസ്ത്രത്തിനോടല്ലയോ ചോദിച്ചു നോക്കുക, വസ്ത്രത്തിനല്ലയോ അറിയുക? മനുഷ്യരുടെ ജീവിതത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു തുറന്ന പുസ്തകം പോലെ രഹസ്യ പരസ്യങ്ങൾ പങ്കിട്ട് സന്തോഷ സല്ലാപങ്ങൾ പങ്കിട്ട് പരസ്പരം ഇണക്കുളികളായി സന്തോഷത്തോടുകൂടി ജീവിതം നയിക്കുക. ജീവിതം ഒരു നാടകമാണ്, വല്ലാത്തൊരു അഭിനയമാണ്.
ഭാര്യ ഭർത്താവിന്റെ മുമ്പിലോ തന്റെ അമ്മാവിയുടെ മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുമ്പിൽ വല്ലാതെ അഭിനയിക്കേണ്ട ഒരു അഭിനയം പോലെ സ്ത്രീകളോട് നല്ല രീതിയിൽ കൂടി ഇടപെടണം. നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ കൂടി ഇടപെടണം. അപ്പൊ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, കുടുംബജീവിതത്തിലേക്ക്, വൈവാഹിക ജീവിതത്തിൽ നിന്നും കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഓരോ ഉമ്മമാരും സഹോദരിമാരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകും. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നതൊരു പുരുഷനാണ്, ഒരു ആണാണ്. സഹോദരന്മാരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം. എന്തെന്ന്? ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത് ഒരു പെണ്ണിനെയാണ്. ഈ രണ്ട് ചിന്തയും അടിസ്ഥാനപരമായിട്ടുണ്ടാകും. അപ്പോൾ യുവാക്കളുടെ മനസ്സിൽ, പുരുഷന്മാരുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാകണം, ഞാൻ വിവാഹം കഴിച്ചതൊരു പെണ്ണിനെയാണ്. സഹോദരിമാര്, സ്ത്രീകളുടെ മനസ്സിലുണ്ടാകണം, ഞാൻ വിവാഹം കഴിച്ചതൊരു പുരുഷനെയാണ്. എന്നെ വിവാഹം കഴിച്ചിരിക്കുന്നതൊരു പുരുഷൻ. എന്താ പുരുഷന്റെ പ്രത്യേകത? എന്താ പെണ്ണിന്റെ പ്രത്യേകത? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വിശുദ്ധമായ ഖുർആൻ ശരീഫ് പറഞ്ഞു, വആശിറൂഹുന്ന ബിൽ മഅറൂഫ് വആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നിങ്ങൾ സ്ത്രീകളോട് മാന്യമായി സമീപിക്കണേ, നിങ്ങൾ സ്ത്രീകളോട് നല്ല സമീപനം നടത്തണേ. കാരണം എന്താണ്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിദ്രയിലായിരിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയല്ല, ആ വളഞ്ഞ വാരിയിൽ നിന്നുമാണ് പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് യുവാക്കളെ, അതുകൊണ്ട് പുരുഷ സമൂഹമേ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിന്റെ പെണ്ണിനൊരു വളവുണ്ടാവും, ഒരു ജന്മനാ ഒരു വളവ്. അവളെ സൃഷ്ടിച്ചത് വളഞ്ഞ വാരിയല്ലിൽ നിന്നാണ്. അവളുടെ വളവിന് നൂത്തിട്ട് നിന്റെ ഭാര്യ ക്ലിയർ ആയിട്ടെ. 100% എന്റെ ഭാര്യ ക്ലിയർ ആകണമെന്ന് വിചാരിച്ചാൽ വല്ലാഹി ഖിയാമത്ത് നാളായാലും അത് നന്നാവുകയില്ല, അത് ക്ലിയർ ആവുകയില്ല. അത് പെണ്ണാണ്, പെണ്ണിനെ വളഞ്ഞ വാരിയല്ല് കൊണ്ടാ സൃഷ്ടിച്ചത്. നബി മുഹമ്മദ് മുസ്തഫ പെണ്ണുമായി ഇടപെടുമ്പോൾ നീ ശ്രദ്ധിക്കണം, സ്ത്രീയുമായി ഇടപെടുമ്പോൾ നീ ശ്രദ്ധിക്കണം. ആ പെണ്ണിനെ ചൊവ്വാക്കാൻ നീ നിന്ന് കഴിഞ്ഞാൽ, ഞാനൊരാണാണ്, എൻ്റെ പെണ്ണ് ഞാൻ പറയുന്നത് പോലെ കേൾക്കണം, ഞാൻ പറയുന്നത് പോലെ ഞാൻ വരച്ച വരയിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, കസർതഹു, ആ വളഞ്ഞ വാരിയല്ലിനെ നീ പൊട്ടിച്ചവനാകും, ആ വളഞ്ഞ വാരിയല്ലിന് നീ പൊട്ടിച്ചവനാകും. വൈൻ തറക്തഹു വലം തകുൻ അഅവജാ, അതല്ല അതിന്റെ വളവിനെ അങ്ങനെ തന്നെ നീ വിട്ടുകഴിഞ്ഞാൽ വലം തകുൻ അഅവജാ, അത് വളഞ്ഞ് വളഞ്ഞ് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കും, കൂടുതൽ വളഞ്ഞ് വഷളായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് പെണ്ണുമായിട്ട് എപ്പോഴും വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, മധ്യമായൊരു നിലപാട് സ്വീകരിക്കും. പെണ്ണിനെ നന്നാക്കാൻ വേണ്ടി ആണൊരുവൻ നെളിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ പ്രവാചകൻ പറഞ്ഞു, അത് പൊട്ടിച്ചു കളഞ്ഞവനായി ആ വളഞ്ഞയിലൊടിഞ്ഞു പോകും. ഇനി അതല്ല, വളഞ്ഞ ഇല്ലാണെന്നല്ലേ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അതെന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലം തക്കുന്ന ആവജ, അത് കൂടുതൽ വളഞ്ഞ് വഷളായിക്കൊണ്ടേയിരിക്കും. പക്ഷെ 100% നമുക്ക് ക്ലിയർ ആക്കാനും കഴിയില്ല, 100% നമുക്ക് കയറഴിച്ച് വിടാനും കഴിയില്ല.